പാട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പറയപ്പോഴും നമ്മൾ ക്രിയേറ്റേഴ്സ് ആണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ് മറ്റൊരു പെർഫോമേഴ്സ്, നമ്മൾ ക്രിയേറ്റേഴ്സ്. ഈ പെർഫോമിങ്ങില് ഒരു റീക്രിയേഷൻ നടക്കുന്നില്ലേ? റീക്രിയേഷൻ തീർച്ചയായിട്ടും അതിനെന്താണ്, പക്ഷേ അത് എല്ലായ്പ്പോഴും ഇല്ല. ചില ഗായകർ പാടുമ്പോൾ റീക്രിയേഷൻ തന്നെയാണ് അത്. കാരണം അത് റീക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അതിന് പൂർണ്ണത കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ സംഗീത സംവിധായകൻ പാടിയാൽ മതിയല്ലോ. സംഗീത സംവിധായകൻ പാടുന്ന ട്യൂൺ ആ ആത്മാവോട് കൂടിയിട്ട് അതിന് തൻ്റേതായിട്ടുള്ള എല്ലാ ഭാവങ്ങളും ആ സിറ്റുവേഷനും എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തൻ്റെ പാട്ടായിട്ട് പാടണം. അപ്പോൾ അദ്ദേഹം ആരായാലും നല്ലൊരു ഗായകൻ തൻ്റെ പാട്ടായിട്ട് പാടുമ്പോൾ അതിൽ അവൻ്റേതായിട്ടുള്ള ഒരു റീക്രിയേഷൻ സംഭവിക്കും. അങ്ങനെയാണിത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ബോംബെ നിന്നും ഡൽഹിയിൽ നിന്നും ഒന്നും മലയാളം പോലും അറിയാത്ത, കേരളത്തിൻ്റെ കൾച്ചർ അറിയാത്ത? അപ്പം അത് പല സാഹചര്യങ്ങളിലും ഈ ബോംബെയിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന സിംഗേഴ്സിനെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ അതിൻ്റെ മ്യൂസിക്കലായിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ്, നോട്ട് ഓൺ ലിറിക്സ്, മ്യൂസിക്കൽ നുവാൻസസ് നമ്മൾ കേട്ട് പരിചയിച്ചതിൽ നിന്നും അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്ന രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില ആലാപന ശൈലികൾ നമ്മൾക്ക് വേണ്ടി വരുമ്പോൾ അത് നമ്മൾ ബോംബെയിൽ നിന്ന് ഗ്രേറ്റ് സിംഗേഴ്സ് ലൈക്ക് ഹരിഹരൻ, അതേപോലെ എത്രയോ സിംഗേഴ്സ് നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ അവരുടെ ഒരു പ്രത്യേക ശൈലിയിലുള്ള പാട്ട് നമുക്ക് കിട്ടും, ഒരു പ്രത്യേക ശ്രവണസുഖം അതിനുണ്ടാവും. പക്ഷേ എന്ന് വിചാരിച്ച് എല്ലാ പാട്ടുകളും അവരെ കൊണ്ട് പാടിപ്പിക്കുന്നൊരു പ്രവണത വരുന്നുണ്ട്. അത് വെറും അർത്ഥശൂന്യമാണ്. നമ്മുടെ കയ്യിൽ ദാസേട്ടനെ പോലെയുള്ള ഗ്രേറ്റ് സിംഗേഴ്സ്, അത് എല്ലാ ഒരു കാലഘട്ടം ഇന്ന് മനുഷ്യന്റെ സ്വപ്നങ്ങൾക്കും ദുഃഖങ്ങൾക്കും എല്ലാം പശ്ചാത്തല സംഗീതം ദാസേട്ടൻ്റെ വോയിസ് നമുക്ക് കേൾക്കാം. തീർച്ചയായിട്ടും അതുപോലെയുള്ള ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നു. പിന്നെ അതേപോലെ എത്രയും സിംഗേഴ്സ്. അപ്പോൾ ദാസേട്ടനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ അങ്ങനെ ഒരു സിംഗർ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടാകാം, പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്ര വർഷമാണ് തൻ്റെ ആ ഒരു പൊസിഷൻ, അതായത് ദാസേട്ടൻ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതിനേക്കാൾ വളരെ താഴെ ഒരു ലെവലിലൊക്കെ എപ്പോഴും ദാസേട്ടന് കിട്ടണമെന്നില്ല. ഒരു പടത്തിൽ പല പാട്ടുകളുണ്ടായിരിക്കും, എല്ലാ പാട്ടും ദാസേട്ടന് പാടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരിക്കുന്നില്ല. പക്ഷേ എങ്കിലും എല്ലാവരുടെയും മനസ്സിലാഗ്രഹം എല്ലാ പാട്ടും ദാസേട്ടൻ പാടുന്നതാണ്. അപ്പോൾ അതിപ്പോൾ ദാസേട്ടൻ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഈ ദാസേട്ടൻ പാടുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്, എന്താണ് സംഭവിക്കുന്നതെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. ഉക്കരം പാട്ടെന്നല്ലേ എല്ലാവരും പറയുന്നുള്ളൂ. അതെന്താണ് സംഭവിക്കുന്നത്? ഷിബുവിനൊരു കാര്യം അറിയോ? സാധാരണ നമ്മൾ കമ്പോസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിറിക്സിസ്റ്റിൻ്റെ വഴിക്ക് പോകുന്നു, മ്യൂസിക് ഡയറക്ടറുടെ വഴിക്ക് പോകുന്നു. വളരെ റെയർ ഓപ്പർച്യൂണിറ്റികളിലാണ് ലിറിക്സിസ്റ്റിന് സംഗീത സംവിധായകൻ്റെ ഒപ്പം ആ പാട്ട് പാടുന്ന സമയത്ത് സ്റ്റുഡിയോയിലുണ്ടാവാൻ പറ്റാറുള്ളൂ. അങ്ങനൊരു ഭാഗ്യം ഈ അടുത്ത് നമുക്കുണ്ടായി എന്നല്ലെങ്കിൽ ഷിബുവിനുണ്ടായി. നമ്മൾ ദുബായിൽ ഒരു പ്രോഗ്രാം, അത് കറക്റ്റായിട്ട് നമുക്ക് അമൃതയുടെ ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു, ദാസേട്ടനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ദാസേട്ടനോട് പറഞ്ഞു, ദാസേട്ടൻ ആ പാട്ട് അവിടെ പാടാം, നമ്മളുടെ പുതിയ പടത്തിലെ പാട്ട്, ബാങ്കോക്ക് സമ്മറിലെ ഒരു വളരെ എനിക്കും തനിക്കും കേട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഗാനം. ആ പാട്ട് പാടാൻ വന്നിട്ട് അപ്പം ദാസേട്ടൻ പാടുമ്പോൾ ഞാനിത് സ്ഥിരം കണ്ടതാണ്. എൻ്റെ എല്ലാ പാട്ടും ദാസേട്ടൻ പാടുന്നത് ഞാൻ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്.